കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള ആദർശധീരനായിട്ടുള്ള VM സുധീരനെ വെട്ടി സധൈര്യം മുന്നോട്ട് പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ. മേടിച്ച ആളുകളോടും, അതായത് മധുരം മേടിച്ച ആളുകളോടും അവരുടെ കയ്യിൽ നിന്ന് സംഭാവന മേടിച്ച ആളുകളോടുമൊക്കെ അദ്ദേഹം നീതി പുലർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എന്ന് പറഞ്ഞാൽ ജനങ്ങളോടോ അല്ലെങ്കിൽ പറയുന്ന വാക്കിനോടോ ഒന്നും പലപ്പോഴും അദ്ദേഹം നീതി പുലർത്താറില്ലെങ്കിലും ഇത്തരത്തിൽ കമ്പനികളോടും കോർപ്പറേറ്റുകളോടൊക്കെ നീതി പുലർത്തിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും എന്നുള്ളത് അദ്ദേഹത്തിനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെക്കാഡി കമ്പനിക്ക് വേണ്ടി അദ്ദേഹം എടുത്തൊരു തീരുമാനം, ബെക്കാഡി കമ്പനി മാത്രമല്ല റിലയൻസിൻ്റെ കമ്പനിയും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ആ കമ്പനികൾക്ക് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ തീരുമാനവുമായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ചില സംഘടനകളൊക്കെ തന്നെ UDF ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. UDF കോൺഗ്രസിലും ഒന്നും ചർച്ച ചെയ്യാൻ യഥാർത്ഥത്തിൽ സൗകര്യമില്ല എന്നുള്ള നിലപാടിലാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് അറിയാം ഇവരൊക്കെ വരും പോകും, പക്ഷേ ബെക്കാഡിയും അതുപോലെ തന്നെ റിലയൻസും ഒക്കെ എന്നും കൂടെ നിൽക്കേണ്ടവരാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഫിനാൻസ് ബില്ലിലേക്ക് അത് വരുന്നു എന്ന് പറഞ്ഞാൽ കമ്പനികൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോയൊരു ഫൈറ്റ് നടത്താനുള്ള അവസരമുണ്ട്. അങ്ങനെ ഫൈറ്റ് നടത്താനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, കൂടാതെ ഈ നിയമവകുപ്പ് കൂടി സതീശൻ്റെ കയ്യിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, ചെറിയതായിട്ടൊന്ന് വഴങ്ങിക്കൊടുത്താൽ കേരളത്തിലേക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉടനടി എത്താനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചില ചാനൽ ചർച്ചകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ചാനൽ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടർ ചാനലിൽ മാധു സജി നടത്തിയിട്ടുള്ള ഒരു ചർച്ചയാണ്. ആ മാധു സജി നടത്തിയിട്ടുള്ള ചർച്ചയിൽ നമ്മുടെ കോൺഗ്രസിലെ ഒരു ആവേശകുമാരനാണ് BRM ഷഫീർ എന്ന് പറയുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസംഗങ്ങളുമൊക്കെ തന്നെ വളരെ രസകരമാണ്. യഥാർത്ഥത്തിൽ സാംബശിവൻ പോയതിന് ശേഷം അത്തരം കഥാപ്രസംഗങ്ങൾ നടത്താനായിട്ട് ഒരാളില്ല എന്നുള്ളത് നമ്മളെ ദുഃഖിപ്പിച്ചൊരു കാര്യമായിരുന്നു. പിന്നെ BRM ഷഫീർ വന്നപ്പോഴാണ് അത് കുറച്ച് മാറിയത്. അതായത് കേരളത്തിൻ്റെ ധീരനായ പുത്രൻ K സുധാകരൻ, പിന്നെ കേരളത്തെ കമിഴ്ത്തിക്കിടത്തിയവൻ K സുധാകരൻ, കണ്ണൂരിൽ നിന്ന് CPM പടവെട്ടിയവൻ K സുധാകരൻ എന്നൊക്കെ പറഞ്ഞു. ഇതിനിടയിലൊക്കെ തന്നെ എനിക്കിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റേ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് അടിക്കുന്ന സൗണ്ട് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് K സുധാകരൻ. ആ സൈഡിലിരിക്കുന്നുണ്ട് പുള്ളിക്ക്, അദ്ദേഹത്തിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ സഭയില്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അങ്ങനെയുള്ള പല വാദങ്ങളൊക്കെ ഇദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ചർച്ചയ്ക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപ്സ്യൂൾ കേട്ട് യഥാർത്ഥത്തിൽ ഞാനൊന്ന് ഞെട്ടിപ്പോയി. കാരണം ഇതിനേക്കാൾക്ക് എത്രയോ ബെറ്ററായിട്ടുള്ള ക്യാപ്സ്യൂളുകൾ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ BRM ഷഫീറിന് വെളിവില്ലാത്തതുകൊണ്ടും യഥാർത്ഥത്തിൽ അദ്ദേഹം വന്ന് അടിക്കുന്ന ഡയലോഗുകൾക്ക് മറുചോദ്യം ചോദിക്കാനുള്ള യുക്തിസഹമായിട്ടുള്ള ചിന്തകളിലേക്ക് പോകാനുള്ള സമയം മാധുവിനില്ലാത്തതുകൊണ്ടും പലപ്പോഴും മാധു കണക്കൊക്കെ കൂട്ടിയെടുക്കാൻ കുറച്ച് പുറകിലാണ് എന്നുള്ളത് കൊണ്ടും അദ്ദേഹം അവിടെ കിടന്ന് വിലസുകയായിരുന്നു. ആ കോമഡി നിങ്ങളൊന്ന് കേൾക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അദ്ദേഹം പറയുന്നത്, സതീശൻ യഥാർത്ഥത്തിൽ രാത്രി ഉറക്കമില്ലാതിരിക്കുകയായിരുന്നു ഈ ഭരണം ഏറ്റെടുത്തിട്ട്. കാരണം ഖജനാവിലാണെങ്കിൽ വെറും 6000 കോടിയേ ഉള്ളൂ. അപ്പോൾ ഇന്ദിരാ ഗ്യാരൻറ്റികൾ നിരവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ നടപ്പാക്കണമെങ്കിൽ വലിയ പണം വേണം. അപ്പോൾ ഈ പണമില്ലാതെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അദ്ദേഹം കർപ്പൂരം കൈകളിൽ കത്തിച്ചു വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈയൊക്കെ പൊള്ളി ഒരു നാശമായിക്കൊണ്ടിരുന്നപ്പോൾ VD സതീശനും പെട്ടെന്നൊരു ഐഡിയ കിട്ടുകയാണ്. ആ ഐഡിയ എന്ന് പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി മദ്യം വിൽക്കാം. കാരണം മദ്യം എന്താണെങ്കിലും വിൽക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീകുമാർ സാർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള ജേർണലിസ്റ്റ് അതിന് ചർച്ചയിലുണ്ട്. അദ്ദേഹം പറയുന്നത് മദ്യം എന്ന് പറയുന്നത് വിൽക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മദ്യം വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കണമല്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സതീശനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സതീശൻ വിചാരിച്ചു അങ്ങനെ മദ്യം വിൽക്കാനുള്ളതല്ലേ, അപ്പോൾ വിൽക്കാനുള്ള ഏറ്റവും ലാഭകരമായൊരു പരിപാടി മദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബെക്കാഡി കമ്പനിയുടെ ഫയലൊക്കെ അദ്ദേഹം വിളിച്ചു വരുത്തി. ഉടനെ ആരുടെയും കാണാതെ അദ്ദേഹം തീരുമാനമെടുത്തു. പിന്നെ പൊടുന്നനെ നമ്മളറിയാലോ പറക്കും ഫയലായിരുന്നു അത്, പെട്ടെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് കുറച്ച് പണം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു എന്നുള്ളതാണ് നമ്മുടെ BRM ഷഫീർ പറയുന്നത്. ആദ്യത്തെ ഒരു 1-2 ദിവസങ്ങളിൽ ഒന്ന് പരിഭ്രാന്തിയിലായിപ്പോയി. പിന്നെ BRM ഷഫീറൊക്കെ ചാടി ഇറങ്ങി, ഞാനുണ്ട്, ഞാൻ പടവെട്ടാൻ താങ്കൾക്ക് വേണ്ടി, ഡോൺ വറി എന്ന് സതീശനോട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചാടി ഇറങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാപ്സ്യൂൾ കേട്ടിട്ട് ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. ആ ചർച്ചയിൽ നിന്ന് മറ്റാരും അതിനെ എതിർക്കാത്തതും എന്നെ അമ്പരപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ 1.5 കേട്ടത്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് കേട്ടത്. അതുകൊണ്ട് ആരെങ്കിലും ഇനി അത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതിൽ പറയുന്നൊരു കാര്യം, ഈ കമ്പനിക്ക് ടാക്സ് കുറച്ച് കൊടുക്കും.
അപ്പോൾ ടാക്സ് കുറച്ച് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കേരളത്തിലെ ആളുകൾ കുടിച്ച് മരിക്കും എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആളുകളെക്കുറിച്ച് തന്നെ പുള്ളിക്ക് നല്ല മതിപ്പാണ്. അവരൊക്കെ എന്തായാലും കുടിച്ച് മരിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ കുടിച്ച് മരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു വീര്യം കൂടിയ മദ്യമാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം കുറച്ച് വീര്യം കുറഞ്ഞ മദ്യം കുടിച്ചാൽ, പക്ഷേ വീര്യം കൂടിയ മദ്യം മാത്രമല്ല, ഇവിടെ ബിയറൊക്കെ വിറ്റ് പോകുന്നുണ്ട്. 5-6% മറ്റേ ആൽക്കഹോളുള്ള ബിയറൊക്കെ വിറ്റ് പോകുന്നുണ്ട്, വൈനൊക്കെ വിറ്റ് പോകുന്നുണ്ട്. പക്ഷേ പുള്ളി പറയുന്നത് കൂടുതൽ പേരും കുടിക്കുന്നത് വീര്യം കൂടിയ മദ്യമാണ്. അപ്പോൾ അവർ കുറച്ച് വീര്യം കുറച്ച് മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് കാലവും കൂടി ജീവിച്ചിരിക്കും. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, സ്ത്രീകളുടെയൊക്കെ 80, അതുപോലെ പുരുഷന്മാരുടെയൊക്കെ 70-75 നമ്മുടെ ഇവിടുത്തെ ഒരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. കാരണം ഇനിയും നിങ്ങൾ വി ഡി സതീശൻ വോട്ട് ചെയ്യേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു ജീവിതം കുറച്ചുകൂടി നീട്ടിക്കിട്ടും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ വലിയ നേട്ടമുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം PRM ഷഫീറെ, താങ്കൾ പറയുന്നതനുസരിച്ച് എങ്ങനെ ഈ മദ്യത്തിൻ്റെ പണം കൂടുതൽ ഖജനാവിലേക്ക് വരും എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലായില്ല. കാരണം ഇപ്പോഴുള്ള ലിക്കർ എന്ന് പറയും, ഒന്നാമത്തെ കാര്യം ഇടതുമുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ലിക്കറിൻ്റെ കൺസപ്ഷൻ കുറയുകയായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട ആളുകൾ അറിയണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മദ്യത്തിന് വലിയ ക്യൂ ഒക്കെ കാണാമെങ്കിൽ പോലും ചിലവാകുന്ന ബോട്ടിലുകളുടെ നമ്പർ എടുത്താൽ അത് കുറവാണ്. പണത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും കൂടിയിട്ടുണ്ടാകും, കാരണം വില കൂടുന്നതുകൊണ്ടാണത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 251% ടാക്സ് ഉള്ള മദ്യമാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായി മേടിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മദ്യത്തിന് അവരൊക്കെ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് മാറിയാൽ 120-170% ടാക്സായി തീരും. അപ്പോൾ എങ്ങനെ ഈ പറയുന്ന ഖജനാവിലേക്ക് കാശ് നിറയും എന്നുള്ളത് ആ ചർച്ചയിൽ ആരും ഞാൻ ചോദിച്ചു കേട്ടില്ല. എങ്ങനെ കാശ് നിറയും ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. അപ്പോൾ കാശ് കയ്യിലുള്ളത് പോവുകയല്ലേ ചെയ്യുന്നത്. ഇനി കാശ് കൂടും, എങ്ങനെയാണ്, എന്ത് സംഭവിക്കണം? കാശ് കൂടണമെങ്കിൽ 2 വഴിയേ ഉള്ളൂ. ഇപ്പം ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ മേടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റി മേടിക്കണം. അപ്പോൾ ഇരട്ടി ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ 150%, 170% ടാക്സിന് പകരം 200 ഇരട്ടി മേടിച്ചാൽ പോലും 120, ഏറ്റവും കുറഞ്ഞാണ് മേടിക്കുന്നതെങ്കിൽ 120%-ൻ്റെ 240 ആവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇരട്ടി. അപ്പം വളരെ കൂടുതൽ അവർ കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ ഇതുകൊണ്ട് ടാക്സ് കൂടും, കൂടുതൽ ഖജനാവിലേക്ക് പണം കിട്ടുമെന്ന് PRM ഷഫീറിന് അറിയാം. പക്ഷേ അതിൻ്റെ സത്യം PRM ഷഫീർ പറയുന്നില്ല. ആ PRM ഷഫീർ പറയാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മദ്യാസക്തിയുള്ള ആളുകളാണ്. അവർ 42.88% ആൽക്കഹോളുള്ള മദ്യം കുടിക്കുന്നവരാണ്. അവരൊരു കാരണവശാലും വീര്യം കുറഞ്ഞ മദ്യം കുടിച്ചേക്കാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, പോവില്ല. അപ്പോൾ അവരിപ്പോൾ എന്ത് ചെയ്യും? അവർ ഈ മദ്യത്തിൽ തന്നെ നിൽക്കും. കൂടുതലായി ഈ 6% ബിയറിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള വൈനൊക്കെ കുടിച്ചിരുന്നവർ കുറച്ചുകൂടി ഈ സെഗ്മെൻറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ പുതിയൊരു സെഗ്മെൻറ്റ് ഇവിടെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടും ബാക്കിയുള്ളവരെ കൊണ്ടുമൊക്കെ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീകളും അതുപോലെ തന്നെ കൂടുതൽ ചെറുപ്പക്കാരുമായിട്ടുള്ള ആളുകളെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന, ബിയറൊക്കെ പോലെ തന്നെ മേടിച്ചിട്ടപ്പം തന്നെ നേരിട്ട് കുടിക്കാൻ കഴിയുന്ന റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള ഒരു മദ്യത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും. അങ്ങനെ ആകർഷിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ സെയിൽ കൂടുമ്പോൾ, അതായത് നിലവിലുണ്ടായിരുന്ന സെയിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു. പുതിയ സെയിൽ ഈ പറയുന്ന സെഗ്മെൻറ്റിൽ ഒരു 1000 കോടി രൂപയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഒരു 100-150 കോടി, അതായത് 120 കോടി മുതൽ 170 കോടി വരെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ആ കാര്യമല്ലേ ഉള്ളത്. അല്ലാതെ PRM ഷഫീർ പറയുന്ന പോലെ മദ്യം കുടിച്ച് മരിക്കാൻ നിൽക്കുന്ന ആളുകൾ, ആൽക്കഹോൾ, അവരെല്ലാം വീര്യം കുറഞ്ഞത് മേടിച്ച് കഴിച്ചാൽ കയ്യിലുള്ള കാശ് പോകൂലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ശ്രീകുമാർ എന്ന് പറയുന്ന വീക്ഷണത്തിൻ്റെയൊക്കെ എഡിറ്ററായിട്ടുള്ള അദ്ദേഹം കൂടി ചർച്ചയ്ക്കുണ്ട്. കാരണം അങ്ങനെയുള്ള ആളുകളെ റിപ്പോർട്ടറൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുകയുള്ളൂ. കാരണം സതീശനെ അനുകൂലിക്കുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കാനാണ് അവർക്ക് താല്പര്യമുള്ളത്. അപ്പോൾ അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചോളായിരുന്നു തെറ്റില്ല. അദ്ദേഹം ഇരുന്ന് പറയുന്നത് അത് കുഴപ്പമില്ല, കാരണം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മദ്യം വിൽക്കാനുള്ള ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, അപ്പോൾ അവരെ അല്ലെങ്കിൽ പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടണം, ഇത് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ ചോദ്യം മാധു സജിയോടും, ഇനി ഈ PRM ഷഫീർ ഇല്ലെങ്കിൽ മാധു സജിയൊക്കെ ഇത് കേൾക്കുമെങ്കിൽ തീർച്ചയായിട്ടും മാധു സജി അടുത്ത ഡിബേറ്റിലെങ്കിലും പറഞ്ഞാൽ മതി, എങ്ങനെയാണ് ഇതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇന്ദിരാ ഗ്യാരണ്ടി നടത്താനുള്ള പണം കിട്ടുക എന്നുള്ളതാണ്. പിന്നെ പുള്ളി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് കർണാടക മോഡൽ പഠിച്ചു. കാരണം കർണാടക മോഡൽ പഠിച്ചപ്പോൾ 3200 കോടി രൂപയായിരുന്നു ടാക്സിൻ്റെ എന്ന് പറയുന്നത്. ഇതിന് അദ്ദേഹം ഒരു ന്യായീകരണം പറയുന്നത് 3200 കോടി രൂപയായിരുന്നു മദ്യത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യം കൂടി വിൽക്കാൻ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ അത് 400-500 കോടി രൂപ കൂടി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരൊറ്റ കാര്യമേ ഉള്ളൂ PRM ഷഫീറെ, അവിടെ ഒരു കൂടുതലായി മദ്യപിക്കുന്ന ആളുകളുടെ സെഗ്മെൻറ്റ് കൂടി, അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ടിരുന്നവർ തന്നെ മദ്യപിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂട്ടി.
അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകിൽ ശരിയാവും, അല്ലെങ്കിൽ രണ്ടാമത് ഞാനീ പറഞ്ഞ കാര്യം ശരിയാവും. ഇതിൽ രണ്ടിലേതെങ്കിലും അല്ലേ ശരിയാവുള്ളൂ. കാശ് കൂടുതൽ കിട്ടണമെങ്കിൽ കൂടുതൽ ആളുകൾ മദ്യപിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ തന്നെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഈ രണ്ടിലേതെങ്കിലും ഒരു കാര്യമില്ല BRM ഷഫീർ നടന്നുണ്ടാവുള്ളൂ. അല്ലാതെ ഇത് രണ്ടും കൂടി, അതായത് കുടിക്കുന്നവരെന്ത് ചെയ്യും, കുടിക്കുന്നവരൊക്കെ തന്നെ കുടിച്ച് മരിക്കാനിരിക്കുന്നവർ വീര്യം കുറഞ്ഞ് മദ്യം കുടിക്കുമ്പോൾ അവരുടെ ആയുസ് കൂടും, അതോടൊപ്പം പണവും കിട്ടും എന്ന് പറയുന്നു. ഉഡായിപ്പ് എന്തിനാണ് ആളുകളോട് പറയുന്നത്? എന്തിനാണ് ഇത്? മാധു പിന്നെ അവിടെ ചർച്ചയുടെ ആ ഒരു ഒരു സിറ്റുവേഷനിലേക്ക് ചിലപ്പോൾ ഈ കണക്കൊന്നും നോക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ തന്നെ മാധു കണക്കിലത്ര മിടുക്കിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാധുവിന് ഈ കണക്കൊന്നും ചോദിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. മറ്റാരും അത് ചോദിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ചർച്ച കഴിഞ്ഞിട്ടാണെങ്കിലും, ചർച്ചയുടെ പ്രഷറിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും മാധു സഞ്ജയ്ക്ക് ഈ കണക്ക് കൂടി യഥാർത്ഥത്തിൽ ഇനി അടുത്ത ഡിബേറ്റിലെങ്കിലും BRM ഷഫീറിനോട് ചോദിക്കണം. ഷഫീർ ഒരു ആവേശകുമാരനാണ്. കാരണം ഷഫീർ ഇതിനു മുമ്പ് പല ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സതീശനോട് പറയുന്നത്, നിങ്ങൾ നമ്മളെയൊക്കെ സമീപിക്കും, നമ്മൾ കുറച്ചുകൂടി നല്ല ക്യാപ്സ്യൂൾസ് തരാമെന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള മണ്ടൻ ക്യാപ്സ്യൂൾസ് പറഞ്ഞ് എന്ത് ചെയ്യല്ലേ, അവനവൻ്റെ കാലുമേട്ട് തന്നെ വെടിവെക്കല്ലേ എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഈ BRM ഷഫീർ ഒരു ആവേശത്തിന് ചർച്ചയിൽ ചെന്നിട്ട് ഏഷ്യാനെറ്റിൽ വിനു വി ജോണിൻ്റെ മുമ്പിലാണ്. വിനു വി ജോൺ നമുക്കറിയാമല്ലോ, കുറച്ചുകൂടി ഷാർപ്പായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്. ഇപ്പം അദ്ദേഹം ബയസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഷാർപ്നെസ് ഒക്കെ കുറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നപ്പോൾ ആവേശം കയറി പുള്ളിയൊക്കെ വന്നപ്പോഴേക്കും പുള്ളി ഒറ്റടിക്ക് പറയാണ്, ഇനി ഒരു കാലത്ത് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തിരിച്ചെടുക്കില്ല എന്നാണ്. അപ്പോൾ വിനു വി ജോൺ ചോദിച്ചു, അല്ല KPCC അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാന്ന് ചോദിച്ചു. തീരുമാനിച്ചിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരാണ് ഞാൻ, എനിക്ക് പറയാൻ കഴിയുമെന്നൊക്കെ പുള്ളി പറഞ്ഞു. തൊട്ടടുത്ത് ഭാഗ്യത്തിന് വിനു അപ്പം തന്നെ ഒരു ബ്രേക്ക് വിളിച്ചു. പരസ്യം കഴിഞ്ഞ് വന്നപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായി. കാരണം ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, നീ എന്ത് വൃത്തികേടാണ് ഈ പറയണതെന്ന് ചോദിച്ചു. ഉടനെ തന്നെ വിനു പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തിരുത്തുന്നുണ്ടോ, മാറ്റി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞേ, ഞാനൊന്നും മാറ്റി പറയുന്നില്ല, ഞാനങ്ങനെ ഒരു കാലത്തും തിരിച്ചെടുക്കില്ല എന്ന് പറയുന്നത് KPCC തീരുമാനമൊന്നും പറയാനുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് വിനു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുതാണ് പറഞ്ഞത്. അപ്പോൾ വിനു വി ജോൺ പറയുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിച്ചൊന്നുമല്ല, വൈകുന്നേരം അബദ്ധം വീണു, അതൊക്കെ തിരുത്തണമെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള അബദ്ധങ്ങൾ ഈ പറയാൻ വേണ്ടിയിട്ട് BRM ഷഫീർ ഈ പറയുന്ന പോലെ ഞാനുണ്ട് രക്ഷിപ്പാൻ എന്ന് പറഞ്ഞ് ചാടി വീഴുമ്പോൾ അതിൽ VD സതീശൻ അങ്ങോട്ട് റെഡി, ശരി, ഈ പറയുന്ന പോലെ എന്ത് ചെയ്തോ പൊയ്ക്കോ എന്നുള്ളത് പറയല്ലേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാധാരണ ചാനൽ ചർച്ചയുടെ നിലവാരം. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്, അതുകൊണ്ട് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ പുതിയ ചാനൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. മലയാളത്തിൽ അത് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അതിൽ നമ്മളൊരു പുതിയ പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റിൻ്റെ തംബ്നെയിൽ ഇതാണ്, KCയെ വെട്ടി ലീഗിനെ കൂട്ടി സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ഞെട്ടിക്കുന്ന കോടീശ്വരൻ എന്നാണ്. അത് ഇട്ട് 24 മണിക്കൂറിനകം ഏതാണ്ട് 60,000-ലധികം പേർ, ഇപ്പോൾ ഏതാണ്ട് 62,000 പേർ അത് കണ്ടിരിക്കുന്നു. വലിയ സന്തോഷം നിങ്ങളുടെ സ്വീകരണത്തിന്. പക്ഷെ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അതിന് മുമ്പത്തെ പോഡ്കാസ്റ്റ് ഇട്ടത് 4 ആഴ്ചകൾക്ക് മുമ്പാണ്. 4 ആഴ്ചകൾക്ക് ശേഷമാണ് ഒരു പോഡ്കാസ്റ്റ് ഇടാൻ പറ്റിയത്. കാരണം ഈ പോഡ്കാസ്റ്റുകൾ എടുക്കാനായിട്ട് വലിയ അധ്വാനം ആവശ്യമുണ്ട്, കൂടാതെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. 2 തരത്തിൽ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇതിൻ്റെ താഴെ തന്നെ ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് നമ്പറോ കൊടുത്തിട്ടുണ്ട്. അതിന് നേരിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ ചെയ്യാവുന്നതാണ്. ഇനി അതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വിധോർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കാണുകയും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകളോടൊരു കാര്യം പറഞ്ഞോട്ടെ, അത് വിട്ടുപോയി. അവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റുകളൊന്നും ഉണ്ടാവില്ല. ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് മറന്നു പോകേണ്ട. അതിലുള്ള 50 മിനിറ്റിൻ്റെ പോഡ്കാസ്റ്റാണിത്. ആ പോഡ്കാസ്റ്റ് കണ്ടവർ തന്നെ ഇപ്പോൾ ഏതാണ്ട് 11,000 മണിക്കൂറുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. ആ ചാനലിൻ്റെ പേര് മറന്നു പോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.